നമസ്കാരം ഉണ്ട്. സോ നമ്മുടെ കേരളത്തിൽ കുറച്ച് വെറൈറ്റി വൈറസുകൾ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് കാണാൻ കേട്ടാ. ഇത് നോർത്ത് ഇന്ത്യ വല്ലതും? ഇത് കേരളം തന്നെയല്ല. ഇതൊക്കെ ആരാ? എടാ മോനെ, അമ്പന്ന് നോർത്ത് ഇന്ത്യയിൽ വല്ല ഇറങ്ങിയ ഐറ്റം പോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്നാ സാധനം? എടാ കണ്ണ് കാണുന്ന ആര് കൂറിയിട്ട് വന്നാലും പൂജിക്കാൻ നിൽക്കുന്നത് മക്കളെ. ഇതൊക്കെ എന്ത്? നിങ്ങൾ പൂജിക്കണമെങ്കിൽ വല്ല അമ്പലത്തിൽ പോയി. ഇതൊക്കെ ആരാ സാധനം? ഇതൊക്കെ മലവാളം പോയിരിക്കും. ഇതൊക്കെ എന്ത് ഭഗവാൻ? ഇതിനെ പൂജിക്കുന്ന ചേച്ചിയെ ഇതിനെ പൂജിക്കുന്നേക്കാൾ നല്ലത് ചേച്ചി പോയി കക്കൂസ് കഴിക്കുക. സത്യം പറയാലോ, ഇതൊക്കെ ഏതാ വർഗവും? മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. അതിൻ്റെ അടുത്തുണ്ട് വേറൊരു മിസ്സസ് നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ, എന്ത് കണ്ടാലും നിങ്ങൾ പാട്ടല്ല കേൾക്കുന്ന. ഒരുത്തൻ കിടന്ന് അലറുക. എടാ ഇങ്ങനെ പോയാൽ ഞാൻ നാളെ കൂറിയിട്ട് വന്നാൽ ഇനിയും പൂജിക്കോ നിങ്ങൾ? എടാ എന്ത് പടി ഇതൊക്കെ? ബ്രോ ഇന്നലെ തന്നെ പാൻ മസാല തൊള്ളയിൽ ഇപ്പോഴും കിടന്ന് തിളങ്ങുന്നുണ്ട്. അതാ ചോന്ന് കിടക്കണം. ബ്രോ ഒന്ന് കഴുകിയിട്ട് പോരെ. ഈ ബാഹുബലിത്തെ കട്ടപ്പയാ. എടാ ബ്രോയുടെ യൂണിവേഴ്സ് വേറെ. ഇതേത് യൂണിവേഴ്സ്? മൾട്ടിപ്പിൾ യൂണിവേഴ്സ്. അതും ചെക്കൻ്റെ ആ ചിരി. കള്ളി തന്നെ എന്തോ ഒരു ചിരിയാ. ചെക്കൻ്റെ ചിരിയാണ് നമ്മളെ. ഈ സീനെ കണ്ടിട്ട് എനിക്ക് മറ്റേ സീനെ ഓർമ്മ വരുന്നത്. മറ്റേ ബാഹുബലി കട്ടപ്പം. ബാഹുബലിനെ കൊന്നതിന് ശേഷം രാജ്ഞിന്റെ അടുത്ത് പോയിട്ട് കിടന്ന് കരയില്ലേ, ഇത് കണ്ടോ എന്റെ രക്തം, നിന്റെ മകന്റെ രക്തം എന്ന് പറഞ്ഞിട്ട്. ഇത് യൂണിവേഴ്സ് മാറിയോ എന്റെ ഭഗവതി? എനിക്ക് ഇതേ പറയാനുള്ളൂ. നിങ്ങള് ഭക്തി എല്ലാം നല്ലതാണ് കേട്ടോ. ഭക്തിയൊന്നും കേറണം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ എന്ത്? ഇതിനൊക്കെ ഭക്തിക്കുന്നേക്കാൾ നല്ല കക്കൂസ് ഭക്തിക്ക്. ഇതെന്താ എന്താണ് സാധനം? ഇതൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കാനുള്ള സാധനങ്ങളാ. ഇതൊന്നും നെഹി ഇതൊക്കെ പോയിട്ട് ഒരാള് സൈഡിൽ നിന്ന് ബാബുസ്വാമി കടന്നു കാഞ്ഞ് അതിൻ്റെ വേറൊരാള് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? കൊച്ചു കേരളം അല്ലടാ ഇതൊക്കെ. എന്ത്